ഫെബ്രുവരി 26 വിശുദ്ധ പോർഫിറി. 25-ാം വയസ്സിൽ തെസ്സലോനിക്കയിലെ ഒരു ധനിക പൗരനായിരുന്ന പോർഫിറി സൈറ്റേ മരുഭൂമിയിലെ ഒരു മഹത്തായ മതഭവനത്തിലേക്ക് ലോകം വിട്ടു. ഇവിടെ അദ്ദേഹം 5 വർഷം താമസിച്ചു. തുടർന്ന് കൂടുതൽ ഏകാന്തമായ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെട്ട അദ്ദേഹം പലസ്തീനയിലേക്ക് കടന്നു. അവിടെ അദ്ദേഹം സമാനമായ ഒരു കാലഘട്ടം കഠിനമായ തപസ്സിൽ ചെലവഴിച്ചു. അനാരോഗ്യം അദ്ദേഹത്തെ തൻ്റെ കഠിനാധ്വാനം നിയന്ത്രിക്കാൻ നിർബന്ധിതനാക്കി. പിന്നീട് അദ്ദേഹം ജെറുസലേമിൽ താമസമാക്കി. അസുഖങ്ങൾക്കിടയിലും എല്ലാ ദിവസവും വിശുദ്ധ സ്ഥലങ്ങൾ സന്ദർശിച്ചു. തൻ്റെ രോഗത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമായതിനാൽ സ്വന്തം ശരീരത്തിലല്ല മറ്റൊരു ശരീരത്തിലാണ് അദ്ദേഹം കഷ്ടപ്പെടുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രകാരൻ പറയുന്നു. ഈ സമയത്താണ് തനിക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് നൽകാൻ ദൈവം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ തോന്നിപ്പിച്ചത്. തുടർന്ന് ത്യാഗത്തിൻ്റെ പ്രതിഫലമായി ഒരു അത്ഭുതത്താൽ അദ്ദേഹത്തെ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. 393-ൽ അദ്ദേഹം പുരോഹിതനായി നിയമിതനായി. ട്രൂ ക്രോസിൻ്റെ തിരുശേഷിപ്പുകളുടെ സംരക്ഷണം ഏൽപ്പിച്ചു. 3 വർഷത്തിനു ശേഷം അദ്ദേഹത്തിൻ്റെ വിനയത്തിന് ചെയ്യാൻ കഴിയുന്ന എല്ലാ എതിർപ്പുകളും അവഗണിച്ച് ഗാസയിലെ ബിഷപ്പായി അദ്ദേഹം വാഴിക്കപ്പെട്ടു. ആ നഗരം പുറംജാതീയതയുടെ ഒരു കേന്ദ്രമായിരുന്നു. പോർഫിറി തൻ്റെ അപ്പസ്തോലിക തീക്ഷ്ണതയ്ക്ക് വിശാലമായ സാധ്യതകൾ അവിടെ കണ്ടെത്തി. അദ്ദേഹത്തിൻ്റെ അധ്വാനവും അതോടൊപ്പം നടന്ന അത്ഭുതങ്ങളും പലരുടെയും മതപരിവർത്തനത്തിന് കാരണമായി. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റത്തിൻ്റെ സ്വാധീനത്താൽ ലഭിച്ച ക്ഷേത്രങ്ങളുടെ നാശത്തിനായുള്ള ഒരു സാമ്രാജ്യത്വ ശാസന അദ്ദേഹത്തിൻ്റെ കൈകളെ വളരെയധികം ശക്തിപ്പെടുത്തി. വിശുദ്ധ പോർഫിറി ആദ്യമായി ഗാസയിലേക്ക് പോയപ്പോൾ പ്രധാന ദൈവത്തോടുള്ള ബഹുമാനാർത്ഥം മറ്റുള്ളവയേക്കാൾ മനോഹരമായ ഒരു ക്ഷേത്രം അവിടെ കണ്ടെത്തി. പുറംജാതീയ ആരാധനയുടെ എല്ലാ അടയാളങ്ങളും നശിപ്പിക്കാൻ ശാസന പുറപ്പെട്ടപ്പോൾ സാത്താന് പ്രത്യേക ബഹുമാനം ലഭിച്ച സ്ഥലത്ത് പ്രത്യേക നാണക്കേട് വരുത്താൻ വിശുദ്ധ പോർഫിറി തീരുമാനിച്ചു. ആ സ്ഥലത്ത് ഒരു ക്രിസ്ത്യൻ പള്ളി നിർമ്മിക്കപ്പെട്ടു. അതിൻ്റെ സമീപനം പുറംജാതീയ ക്ഷേത്രത്തിൻ്റെ മാർബിളുകളുമായി താരതമ്യം ചെയ്തു. അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ ഓരോ ആരാധകനും വിശുദ്ധ കുർബാനയിൽ സഹായിക്കാൻ പോകുമ്പോഴെല്ലാം വിഗ്രഹാരാധനയുടെയും അന്ധവിശ്വാസത്തിൻ്റെയും അവശിഷ്ടങ്ങൾ കാലിനടിയിൽ ചവിട്ടി മതിച്ചു. തൻ്റെ രൂപത മിക്കവാറും വിഗ്രഹാരാധനയിൽ നിന്ന് മുക്തമാകുന്നത് കാണാൻ അദ്ദേഹം ജീവിച്ചു. AD 420-ൽ മരിച്ചു.